പലസ്തീനെ വീണ്ടും സമാധാനത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇസ്രയേലിന്റെ ശത്രുക്കളായ ഹമാസുമായി അമേരിക്കൻ പ്രതിനിധിയും പ്രസിഡന്റിന്റെ മരുമകനുമായ ജെറഡ് കുഷ്ണർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അമേരിക്ക മുൻകൈയെടുത്ത് നടപ്പാക്കിയ ഗാസ സമാധാന പദ്ധതിയെ ഇസ്രയേൽ തള്ളിയതിനു ശേഷമാണ് അമേരിക്ക ഹമാസുമായി സംസാരിക്കുന്നത്. ഇസ്രയേലിന്റെ നിലപാടിനെ എതിർത്ത് 8 മുസ്ലിം രാജ്യങ്ങൾ പ്രസ്താവന ഇറക്കി മണിക്കൂറുകൾക്കുള്ളിലാണ് അമേരിക്കൻ നീക്കത്തെക്കുറിച്ചുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനെതിരെ അമേരിക്കയെ കൂട്ടുപിടിച്ച് യുദ്ധം തുടങ്ങിയ ഇസ്രയേൽ ഇപ്പോൾ സ്വന്തം നിലയിൽ ലെബനനിലും ഗാസയിലും ആക്രമണം നടത്തുകയാണ്. ഇറാനെ ഒറ്റപ്പെടുത്താൻ നോക്കി സ്വയം ഒറ്റപ്പെടുകയാണോ ശരിക്കും ഇസ്രയേൽ? ഇസ്രയേൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ ഒരു നീക്കം ബെഞ്ചമിൻ നെതന്യാഹുവിനെ എങ്ങനെയാകും ബാധിക്കുക? ഇസ്രയേൽ ശരിക്കും വെട്ടിലായിരിക്കുകയല്ലേ നേരിട്ടിപ്പോൾ അമേരിക്ക ഹമാസുമായി ചർച്ച നടത്തിയതോടെ? ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയ ആശങ്കയിലാണ്. കാരണം മറ്റൊന്നുമല്ല, തങ്ങൾ മാറ്റി നിർത്തിയിരുന്ന ഹമാസിനോട് അമേരിക്ക നേരിട്ട് സംസാരിച്ചിരിക്കുന്നു. ജാറഡ് കുഷ്ണർ മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനാണ്. അദ്ദേഹം ഖെയ്റോയിലേക്ക് പറന്നിറങ്ങി ഈജിപ്ഷ്യൻ തലസ്ഥാനമായ ഖെയ്റോയിലെത്തി ഖലീൽ അൽ ഹയ്യയുമായി സംസാരിച്ചിരിക്കുന്നു. ഖലീൽ അൽ ഹയ്യയാണ് ഇപ്പോൾ ഹമാസിൻ്റെ തലവനായി പ്രവർത്തിക്കുന്നത്. ഹമാസിൻ്റെ ടോപ്പ് ലീഡർഷിപ്പ് പലരും പല സമയങ്ങളിലായി കൊല്ലപ്പെട്ടു. ഇപ്പോൾ അൽ ഹയ്യ ആണ് ഡിഫാക്റ്റോ ഹമാസിന് വേണ്ടി സംസാരിക്കുന്നയാളും ഹമാസിൻ്റെ ഒരു നേതൃ പദവിയിലുള്ള ഏറ്റവും നിർണായകമായ പരിചിതമായ മുഖം ഖലീൽ അൽ ഹയ്യയുടെയാണ്. അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്ന തലത്തിലേക്ക് അമേരിക്ക മാറുന്നു എങ്കിൽ ഇസ്രയേലിന് ആകാംക്ഷയ്ക്ക് വകയുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം മാത്രമല്ല, അവിടെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ആളായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബോർഡ് ഓഫ് പീസിൻ്റെ ഒരു ഭാഗമാണ് ടോണി ബ്ലെയർ. അതുപോലെ റഷ്യൻ പ്രതിനിധി ഉണ്ട്. അത് ബോർഡിൻ്റെ ഗാസ പീസ് പ്ലാനിൻ്റെ, അതായത് ഗാസയുടെ സമാധാന ബോർഡുണ്ടല്ലോ, അപ്പം അതിൻ്റെ പ്രതിനിധിയായി എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും പ്രതിനിധികൾ കെയ്റോയിൽ സമ്മേളിച്ച് ഹമാസിൻ്റെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അമേരിക്കൻ എൻവോയിയായ അമേരിക്കൻ ദൂതനായ ജാരഡ് കുഷ്ണറുമായി ഗാസ സമാധാന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. നിർണായക വിവരമാണ്. എന്തുകൊണ്ടാണ് നിർണായകമാകുന്നത്? 15 പീസ് പ്ലാൻ അത് ട്രംപ് മുന്നോട്ട് വെച്ചതാണ്. അതായത് ഗാസയിൽ ഹമാസിൻ്റെ മേധാവിത്വം അവസാനിക്കുക, ഹമാസ് ആയുധങ്ങൾ വെച്ച് ഒഴിയുക, ആയുധങ്ങൾ സമാധാനമായി വെച്ചൊഴിഞ്ഞതിന് ശേഷം അധികാരത്തിൽ നിന്നും മാറി നിൽക്കുക, ഇസ്രയേലി സൈന്യങ്ങൾ ഒഴിഞ്ഞു പോകുക, ഗാസയുടെ മണ്ണിൽ നിന്നും ഇസ്രയേലി ട്രൂപ്സ് പൂർണ്ണമായി പിന്മാറുക, ടെക്നോക്രാറ്റുകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഉന്നത അധികാര സംഘം തൽക്കാലം ഹമാസ് ഭരിച്ചിരുന്ന ഗാസയിൽ ഭരണത്തിലെത്തുക, എന്നിട്ട് പൊതു തെരഞ്ഞെടുപ്പിനുള്ള അന്തരീക്ഷമുണ്ടാക്കുക, പൊതു തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിന് അധികാരം കൈമാറുക. സമാന്തരമായി പാലസ്തീൻ്റെ പുനർനിർമ്മാണം, അതായത് ഗാസയിൽ 90% കെട്ടിടങ്ങളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ അമ്പെ തകർപ്പണമായിരിക്കുന്നു. ഇതെല്ലാം തന്നെ പുനഃസ്ഥാപിക്കുക. ഇതൊരു ടൈം ഫ്രെയിം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇതാണ് ഗാസ സമാധാന പദ്ധതി, അല്ലെങ്കിൽ റോഡ് മാപ്പ് ടു പീസ് ഇൻ ഗാസ. ഇത് ട്രംപിൻ്റെ വലിയ അഭിമാന പദ്ധതിയാണ്. ട്രംപ് അധികാരം വിട്ടൊഴിയുന്നതിന് മുൻപ് 2029 ജനുവരിക്ക് മുമ്പ് ഇത് പൂർത്തിയാക്കത്തക്ക രീതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു ആ പ്രപ്പോസൽ. ഇത് ഏതാണ്ട് ഒരു കഴിഞ്ഞ മാസം 7-ാം തീയതി ഒരു ധാരണയിൽ എത്തിയതാണ്. അമേരിക്കയും ഹമാസും ഒക്കെ തമ്മിൽ ഒരു അനൗപചാരികമായ ധാരണയിലെത്തി ഇത് മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് ഇസ്രയേൽ ഉടക്കിന്യായവുമായി എത്തുന്നത്. തങ്ങൾ സേനകളെ പിൻവലിക്കാൻ തയ്യാറല്ല, ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെട്ടാൽ അല്ലാതെ തങ്ങൾ സേനകളെ പിൻവലിക്കാൻ ആവില്ല. അപ്പോൾ ഹമാസ് പറയുന്നത് തങ്ങൾ നിരായുധരാകാൻ തയ്യാറാണ്, പക്ഷേ സേനകളെ ആദ്യം പിൻവലിക്കണം. അപ്പോൾ ഇതിനൊരു വയാമീഡിയ ആവശ്യമാണ്. ഒന്നുകിൽ സൈമൾട്ടേനിയസ്ലി സമാന്തരമായി സേനാ പിന്മാറ്റവും ആയുധങ്ങൾ താഴെ വയ്ക്കലും നടക്കണം. ഇത് സാധ്യമാവാത്ത രീതിയിൽ ഇപ്പോഴും സന്നിഗ്ധാവസ്ഥ അവിടെ സംജാതമാണ്. അതുമാത്രമല്ല, ഇസ്രയേൽ കട്ട് ആൻഡ് ഡ്രൈ ആയി ട്രംപിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, തങ്ങൾ ഗാസ സമാധാന പദ്ധതിയെ അംഗീകരിക്കുന്നില്ല. പ്രധാന കാരണം അംഗീകരിക്കേണ്ടി വരും പക്ഷേ അംഗീകരിക്കാതിരിക്കുന്നതിന് കാരണം ഇസ്രയേലിൽ പൊതു തിരഞ്ഞെടുപ്പ് വരുന്നു, ഉടനടി വരുന്നു. ഒക്ടോബർ മാസം അവസാനം
പൊതു തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. അപ്പോൾ ഗാസയുടെ കാര്യത്തിൽ ഒരു പ്രോഗ്രസ് കാർഡിൽ എന്തെങ്കിലും പോസിറ്റീവായി കാണിക്കാനില്ലാതെ എങ്ങനെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് അധികാരത്തിലെത്താൻ കഴിയുക? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതുമാണ്, ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയം കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ്. ഇദ്ദേഹത്തിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പാർട്ടിയായ ലിക്വിഡ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ നിലവിലുള്ള കൊയിലേഷൻ ഒരുമിച്ച് മത്സരിച്ചാൽ തന്നെ പരമാവധി 120 അംഗ ഇസ്രായേലി പാർലമെൻറ്റായ നെസറ്റിൽ പരമാവധി കിട്ടാവുന്നത് 49 50 അംഗങ്ങളാണ്. 61 സീറ്റുകൾ വേണം ഒരു ഭരണകൂടം ഉണ്ടാക്കാൻ. പ്രതിപക്ഷ കക്ഷികൾക്ക് ഒരുപക്ഷെ ഒരു കൊയിലേഷനായി ഭരണത്തിലെത്താൻ സാധിക്കും. അല്ല എങ്കിൽ ഒരു തൂക്ക് സഭയായിരിക്കും. ആത്യന്തികമായി ഇസ്രായേലിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് റാഡിക്കൽ റൈറ്റ് വിങ് കക്ഷികളാണ്. തീവ്ര ജൂത മനോഭാവമുള്ള, സയനിസ്റ്റ് മനോഭാവമുള്ള റൈറ്റ് വിങ് കക്ഷികളുടെ പിന്തുണ ഇല്ലാതെ ഒരു ഭരണകൂടം സാധ്യമല്ല. അത് ബെഞ്ചമിൻ നെതന്യാഹു ആകാനുള്ള സാധ്യത കുറവാണ് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. അതാണ് അഭിപ്രായ സർവേകൾ, ഇസ്രായേലിൻ്റെ TV12 ഉൾപ്പെടെയുള്ള സർവേകൾ കാട്ടുന്നത് അതാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാവണം അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു താൽക്കാലിക നിലപാടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു അനിവാര്യനല്ല. ലെറ്റ് us wait and see. ഇസ്രയേലി ജനത എന്താണോ തീരുമാനിക്കുന്നത്, അവർക്ക് ആരെയാണോ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് അദ്ദേഹവുമായി സഹകരിക്കാം. തൽക്കാലം നോ കമൻസ്. അങ്ങനെ അന്ധമായി അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കൊടുക്കാൻ തയ്യാറല്ല. കാരണം ഇത് വളരെ പ്രധാനമാണ്. അമേരിക്കൻ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്രായേലിലെ ഒരു നേതൃത്വത്തിന് ജനാധിപത്യ ഇലക്ഷനിൽ പോലും മുന്നോട്ട് പോകാനാവൂ എന്നതാണ് ചരിത്രപരമായ ഒരു വസ്തുത. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നെതന്യാഹുവിന് ട്രംപിൻ്റെ പരസ്യ പിന്തുണയിൽ, ഇനി രഹസ്യമായി ഏതെങ്കിലും രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ടോ, സീക്രട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ, അതേക്കുറിച്ച് അറിയില്ല. പക്ഷേ പരസ്യമായി പിന്തുണയില്ല. അതുമാത്രമല്ല, പരസ്യമായി ട്രംപ് മുഖം തിരിച്ച് നിൽക്കുകയുമാണ്. അതുമാത്രമല്ല, നെതന്യാഹുവിന് ഏറെ പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ അവരുടെ ശത്രുവായി കരുതുന്ന ഹമാസുമായി സന്ധി ചെയ്യാൻ അമേരിക്ക തയ്യാറാണ്. അതൊന്ന്. 2 അറബ് രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളായ ഈജിപ്തും സൗദി അറേബ്യയും UAEയും ഖത്തറും എല്ലാം ചേർന്നുകൊണ്ട് മറ്റ് 4 നോൺ അറബ് രാജ്യങ്ങൾ, തുർക്കിയുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇന്തോനേഷ്യയുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം ചേർന്നു. ഇന്തോനേഷ്യ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമാണ് കേട്ടോ. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് പറയാനാവില്ല എങ്കിൽ പോലും എണ്ണം കൊണ്ട് ഏറ്റവും അധികം മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യമാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഇന്തോനേഷ്യ എന്ന് ഓർക്കണം. സൗദി അറേബ്യയേക്കാൾ കൂടുതൽ, പാകിസ്ഥാനേക്കാൾ കൂടുതൽ മുസൽമാന്മാർ താമസിക്കുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ഈ രാജ്യങ്ങളുടെ എല്ലാം വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു ഇസ്രായേലിന്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബോഡോ പീസിനോട് സഹകരിക്കുന്നില്ല എന്നതും ഗാസ സമാധാന പദ്ധതിയോട് മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നതും തെറ്റാണ്, വിമർശനമർഹിക്കുന്നതാണ് എന്ന് 8 അറബ് രാജ്യങ്ങൾ, 8 അറബ് ഇസ്ലാമിക ലോകത്തെ രാജ്യങ്ങളും നോൺ അറബ് മുസ്ലിം രാജ്യങ്ങളും ചേർന്ന് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇതെല്ലാം ചേർന്ന് വായിക്കുമ്പോൾ ട്രംപിന് ഒരു മനം മാറ്റമുണ്ട്. ഇസ്ലാമിക ലോകത്തെ തങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഗുഡ്വിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കാനുള്ള നല്ല മാർഗമാണ് മുസ്ലിം പ്രദേശമായ അല്ലെങ്കിൽ ഗാസ പ്രദേശത്ത് സമാധാനം കൊണ്ടുവരാൻ അമേരിക്ക മുന്നിട്ടിറങ്ങുന്നു. ഇസ്രയേലിനെ മറുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇസ്രയേലിനെ വേണ്ട പോലെ ഗൗനിക്കാതെ തങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നു എന്ന് ഇസ്ലാമിക ലോകത്തിന് ഒരു സന്ദേശം കൊടുക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. അതുകൊണ്ടാണ് ഇത് നിർണായകമാണ് എന്ന് പറയുന്നത്. ഈ തീരുമാനം, ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു ചിന്ത, അതായത് തൻ്റെ അനന്തരവനെ മധ്യപൗരസ്യ പ്രദേശത്തേക്ക് അയച്ചുകൊണ്ട് ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിച്ചു. മറ്റ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൽ സിസിയോട് സംസാരിക്കുന്നതിൽ തെറ്റില്ല. എർദോഗാനോട്, തുർക്കിഷ് പ്രസിഡന്റ് എർദോഗാനോട് സംസാരിക്കുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിനിധികളോട് സംസാരിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു. പക്ഷേ ഹമാസ് നേരിട്ട് നെഗോഷിയേറ്റിംഗ് ടേബിളിൽ വന്നിരിക്കുന്നു. അമേരിക്കൻ പ്രതിനിധിയുമായി ഔപചാരികമായി സംസാരിച്ചിരിക്കുന്നു. ഇത് അനൗപചാരികമല്ല. നത്തിങ് അൺഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഒഫീഷ്യൽ. അതുമാത്രമല്ല, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതിലെടുക്കുന്ന തീരുമാനം ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു നീക്കമാണ്. അതിനുശേഷം ലേറ്റർ ടുഡേ ഓർ മേ ബി ടുമോറോ ഈ ടീം നേരെ ചെല്ലുന്നത് ഇസ്രയേലിലേക്കാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ അവിടെ എടുത്ത തീരുമാനങ്ങൾ, അവിടെ എടുത്ത നീക്കങ്ങൾ, നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ധാരണകൾ ഇസ്രയേലി പ്രധാനമന്ത്രി അറിയിക്കുകയാണ്. ഇസ്രയേലിനോടല്ല ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല, അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തു, ഗാസയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് അംഗീകരിക്കുകയാണ് ബുദ്ധി എന്ന് നെതന്യാഹുവിനോട് പറയാൻ വേണ്ടിയാണ് ആ ടീം പോകുന്നതെങ്കിൽ അതിൽ അർത്ഥമുണ്ട്. അതല്ല,
ഞങ്ങൾ ഇത്രയും കാര്യങ്ങളിൽ സംസാരിച്ചു, നിങ്ങൾക്ക് അഭിപ്രായം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ നെതന്യാഹുവിന് പറയാൻ ഒറ്റ അഭിപ്രായമേ ഉള്ളൂ: ഹമാസുമായി യാതൊരു ബന്ധവും വേണ്ട, ഞങ്ങൾക്ക് ബന്ധം വേണ്ട, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്കും ആ ബന്ധം വേണ്ട എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് മാത്രമേ ബെഞ്ചമിൻ നെതന്യാഹു പറയൂ. ഇത് പറയുന്നത് കേൾക്കാൻ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിർബന്ധിപ്പിച്ച് ഇസ്രയേലി സേനാ പിന്മാറ്റം, ഗാസയുടെ മണ്ണിൽ നിന്നും ഇസ്രയേലി സേനകൾ പിന്മാറുന്നതിന് വഴി ഒരുക്കാനല്ല എങ്കിൽ ഈ നീക്കവും വൃഥാവിലാവും എന്നത് ഉറപ്പാണ്. പക്ഷേ അങ്ങനെ പെട്ടെന്ന് ഇസ്രയേലി സേനകളെ ബെഞ്ചമിൻ നെതന്യാഹു ഗാസയുടെ മണ്ണിൽ നിന്നും പിൻവലിക്കുമോ എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ല 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 ഇല്ല. എന്തുകൊണ്ട്? തിരഞ്ഞെടുപ്പ് വരികയാണ്. ഇസ്രയേൽ സേന ഒരു തീരുമാനമെത്തുന്നതിന് മുൻപ്, തങ്ങൾക്ക് അനുകൂലമായി, ഇസ്രയേൽ അനുകൂലമായി ഒരു ഫോർമുല ഉരുത്തിരിയുന്നതിന് മുൻപ്, ഹമാസിൻ്റെ നിരായുധീകരണം പോലും പൂർണ്ണമായി സംഭവിക്കുന്നതിന് മുൻപ് ഇസ്രയേലി സേനകൾ 60% ഗാസയുടെ ഭൂമി പിടിച്ചു വച്ചിരിക്കുന്നത് ഇപ്പോഴും ഇസ്രയേലാണ്. അവിടുന്ന് ഇസ്രയേൽ സേനകളെ പിൻവാങ്ങി ഇങ്ങനെ കൊണ്ടുവന്നാൽ 8 നിലയിലല്ല 16 നിലയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ തെരഞ്ഞെടുപ്പിൽ പൊട്ടും. അദ്ദേഹത്തിൻ്റെ നേരെ അഴിമതി ആരോപണങ്ങളും മറ്റ് ആരോപണങ്ങളും എല്ലാം ഉണ്ടല്ലോ. കേസുകൾക്ക് പുറത്ത്, കേസുകളുമായി കോടതി വരാന്ത കയറി ഇറങ്ങി നടക്കാനേ പിന്നീട് ബെഞ്ചമിൻ നെതന്യാഹുവിന് സമയം ലഭിക്കൂ. ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് സംഘർഷം നിലനിർത്താൻ തന്നെയാവും ഇസ്രായേലിൻ്റെ തീരുമാനം. പക്ഷേ എങ്ങനെയും സംഘർഷ സാധ്യത പോയി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഒരു രീതിയിൽ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ ഒന്ന് പാസിഫൈ ചെയ്ത് തൽക്കാലത്തേക്ക് ഒരുപക്ഷെ ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ടെ, അതിനുശേഷം സേനാ പിന്മാറ്റം എന്ന ഒരു ഏകദേശ ധാരണ. പക്ഷേ അത് ബെഞ്ചമിൻ നെതന്യാഹുവിന് കൊടുക്കാവുന്ന ധാരണയാണോ? പുതിയ ഭരണകൂടമല്ലേ തീരുമാനിക്കേണ്ടത്? അത് ബെഞ്ചമിൻ നെതന്യാഹു അല്ല എങ്കിൽ അവരെങ്ങനെ തീരുമാനിക്കും? അതുകൊണ്ട് അതീവ സങ്കീർണമാണ് ഈ അവസ്ഥ, അതീവ സങ്കീർണം തന്നെയാണ്. പക്ഷേ ശുഭോദർക്കമായ കാര്യം, ഗാസ പീസ് പ്ലാനിനോടൊപ്പം ഇസ്ലാമിക ലോകത്തെ പ്രധാന രാജ്യങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്നു. ഹമാസ് എന്ന സംഘടനയെ കോൺഫിഡൻസിലെടുക്കാതെ അവരെ നിരായുധീകരിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. ഹമാസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിക്കാനാവില്ലല്ലോ. ഹമാസ് നടത്തുന്ന ചില റാഡിക്കൽ നീക്കങ്ങൾ, കൊലയും ഒന്നും തന്നെ നമുക്ക് അംഗീകരിക്കാനാവില്ല. പക്ഷേ അതൊരു രാഷ്ട്രീയ സംഘടനയാണ്, ഒരു സാംസ്കാരിക സമിതിയാണ്, ഒരു ഭരണകൂടം കൂടിയായിരുന്നു. അപ്പോൾ ഒരു അവസ്ഥ എന്ന നിലയിൽ പൂർണ്ണമായി ഹമാസിനെ ഡിസ്റിഗാർഡ് ചെയ്തുകൊണ്ട് ഒരു സമാധാന പ്രക്രിയ ഗാസയിൽ ഉണ്ടാവില്ല എന്നതിൻ്റെ തിരിച്ചറിവാണ്. അതുകൊണ്ട് ഹമാസിനെ നിരായുധീകരിക്കുക, ഹമാസിനെ പൂർണ്ണമായി ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു പക്ഷേ ആവില്ല എങ്കിൽ പോലും ആ മുഖ്യധാരയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു മുൻകാലത്ത് ആയുധം കയ്യിലെടുത്തവർ തയ്യാറാവുമെങ്കിൽ അത് നന്ന്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ, ഗാസയുടെ പുനർനിർമ്മാണമാണ്, ആ സമൃദ്ധമായ ജീവനുകളാണ് പ്രധാനപ്പെട്ട വിഷയം. അതിനാര് ഇടങ്കോലിട്ടാലും, അത് ട്രംപാണെങ്കിലും നെതന്യാഹു ആണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും, അത് സംഭവിക്കാതിരിക്കട്ടെ. സമാധാനം പുലരട്ടെ. നമസ്കാരം.